കോഴിക്കോട് എത്തി നമ്മൾ ട്രൈ ചെയ്ത 13 ഫുഡ് സ്പോട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം വിത്ത് ഓൾ ചെലവുകൾ കേട്ടോ. നമ്മൾ പെരുമ്പാവൂർന്ന് KSRTC സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്താണ് പോയത്. തലേ ദിവസം രാത്രി 11:55 ബസ്സിൽ കയറി പിറ്റേ ദിവസം വെളുപ്പിന് 5:15 KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അവിടെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി സാഗർ ഹോട്ടലിൽ കയറി 2 അപ്പവും അതുപോലെ തന്നെ ഒരു പൊറോട്ടയും മീൻകറിയും കഴിച്ചു. അത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. അവിടെ നേരെ പതുക്കെ നടന്ന് നേരെ പാരങ്ങളിലേക്ക് പോയി. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടായിട്ടോ. അവിടെ ചെന്നപ്പോൾ അപ്പം ആയി തന്നെ ഉണ്ടായുള്ളൂ. അപ്പോൾ പുട്ടും അതുപോലെ തന്നെ മട്ടൺ സ്റ്റൂവും കഴിച്ചു. ഇതും ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നടന്നു വന്ന് ഈ സ്പോട്ടിലൊക്കെ കയറിയിട്ടോ. ഈ തവണത്തെ യാത്ര ഒറ്റയ്ക്കാണ്. സാധാരണ ആളുകൾ കൂട്ടിയാണ് എന്നും പോവാറ്. എന്തായാലും അവിടെ നേരെ കുറ്റിച്ചിറയിലേക്ക് പോയി. ഞായറാഴ്ചയാണ്, അതുപോലെ തന്നെ KLF നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടലുകളിലും നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി മീൻ ഫ്രൈ ഉണ്ട്, അതുപോലെ ബീഫ് ചില്ലിയും ബീഫ് റോസ്റ്റും പൊറോട്ടയും ഒക്കെ അടിക്കണ്ടായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബീഫ് ഒഴിവാക്കിയതിന് ശേഷം നല്ലൊരു ഐക്കൂറ പീസിന്റെ ഫ്രൈയും അതുപോലെ തന്നെ 2 പൊറോട്ടയും മേടിച്ചിട്ടോ. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി ആയിട്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടായിട്ടോ. ഇതപ്പോൾ നമ്മൾ വേറെ എങ്ങും അല്ല, നമ്മുടെ കുറ്റിച്ചിറ ചെറിയനോട് നേരെ ഓപ്പോസിറ്റ് ചാമ്പ്യൻ ഹോട്ടലാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു. എന്നിട്ട് നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടയിലെ ഹോട്ടലിൽ വെച്ച് അവിടെയും അത്യാവശ്യം നല്ല തിരക്ക്. ഇവിടുത്തെ ബീഫ് ചില്ലിയും അതുപോലെ തന്നെ ഉപ്പുമാവാണ് ഏറ്റവും ഫേമസ്. അതെന്തായാലും ഗൂഗിൾ പേ ചെയ്ത് പുറത്തേക്ക് ഒരു പ്ലേറ്റ് മേടിച്ച് പുറത്തിരുന്നാണ്ടോ ഈ ഐറ്റം കഴിച്ചത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. എന്നാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇടത്തേക്ക് നോക്കിയപ്പോൾ കൂൾലാൻഡ് ഉണ്ട്. എന്തായാലും ഒന്ന് കൂളാവാൻ വേണ്ടി ഒരു അവാക്കാഡോയും മാങ്കോയും കൂടി മേടിച്ച് മിക്സ് ചെയ്ത് അടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ചെറയുടെ സൈഡിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് കിടന്നപ്പോഴാണ് മല്ലു സർബത്ത് ഉണ്ട്. ഇവൻ്റെ ഒരു പച്ചമാങ്ങ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അതും ട്രൈ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞ് ഒരു ഓട്ടോയും വിളിച്ച് നേരെ നമ്മൾ KLFിലേക്ക് വന്നു. KLFിലെ എല്ലാ സ്റ്റേജുകളും കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വിശപ്പായി. അതുകൊണ്ട് നേരെ നമ്മളൊരു സമുദ്ര സദ്യ കഴിക്കാൻ വേണ്ടി പോയി. ഈ സമുദ്ര സദ്യ എന്ന് പറയുമ്പോൾ ഏകദേശം 20 ഐറ്റം ഉണ്ട് കേട്ടോ. അതിൽ പായസവും ചോറ് വെച്ച് ബാക്കി എല്ലാത്തിലും മീനിൻ്റെ ഐറ്റംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സമുദ്ര സദ്യ എന്ന് പേര് വന്നത്. ഏകദേശം 450 രൂപ ഉണ്ടോ. അത് നടക്കാവിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് 80 രൂപ കൊടുത്താണ് ഇവിടെ വന്നത്. അംബിക ഹോട്ടലിൽ കയറി അത് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ വീണ്ടും KLFിലേക്ക് വന്നു. KLFിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ബാനി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ നമുക്ക് കിട്ടിയത്. അവിടെ നിന്ന് അവനെയും വിളിച്ചുകൊണ്ട് ദാഹം അകറ്റാൻ വേണ്ടി നേരെ ഗണേഷ് കൂൾ ബാറിൽ പോയി. അവിടുത്തെ 10 രൂപയുടെ മിൻറ്റിലേയും അതുപോലെ 2 ഷേക്കും മേടിച്ചിട്ടോ. അവർ പുതിയ ഷോപ്പും കൂടി അവിടെ അടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ തോന്നിയുകൊണ്ട് നേരെ നമ്മൾ മുഗ്ദാർ ബീച്ചിലേക്ക് പോയി. അവിടെ പോയി കാടയും അതുപോലെ ചായ കുടിച്ച് ഒന്ന് റീഫ്രഷ് ആയപ്പോഴാണ് അവനോട് ഞാൻ പറഞ്ഞത് ഒരു കാര്യം മറന്നു, ഇന്ന് രാവിലെ പല്ല് വെച്ചിട്ടില്ല കുളിച്ചിട്ടില്ല. അപ്പോൾ നേരെ അവൻ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ പോണ വഴിക്കാണ് നമ്മൾ പഞ്ചാരപ്പാൽ മിഠായി കണ്ടു കേട്ടോ. അതും മേടിച്ചു 20 രൂപ കൊടുത്തു. അവിടെ മയിലും കുതിര എന്ത് വേണം ഉണ്ടാക്കി തരും. എന്നിട്ട് അവൻ്റെ റൂമിൽ പോയി എല്ലാ പരിപാടികളും നടത്തി പുറത്തിറങ്ങി പോകുമ്പോൾ ഇവിടെ അവലിസ്തിരി കിട്ടുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഈ അവലിസ്തിരി കണ്ണൂർ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോടും കിട്ടുന്നു. നേരെ പോയി സൂക്കി പോയി അതും ട്രൈ ചെയ്തു. അതിനുശേഷം നേരെ ബീച്ചിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഫേമസ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള കൂന്തൽ. ഒരു കൂന്തലിന് 60 രൂപ. ഭയങ്കര വിലയായി പോയി. എന്തായാലും അത് നമ്മൾ കഴിച്ച് ട്രൈ ചെയ്തു കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് ഒക്കെ തന്നെയുണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീച്ചിൽ. കാരണം KLFിന്റെ അവസാന ദിവസമാണല്ലോ. എന്തായാലും വരുന്ന വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള KSRTC ബസ്സും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി. അത് AC ആണ് എടുത്തത്. എന്നിട്ട് അവിടുന്ന് ഹായ് കല്ലായി എന്ന് പറഞ്ഞ് വേറെ ഷോപ്പിലേക്ക് പോയി. അവിടെ കുറച്ച് കരിക്കിന്റെ തണുത്ത ഡ്രിങ്കും അതുപോലെ ഒരു പുഡിങ്ങും കൂടി കഴിച്ച് ഇന്നത്തെ ഫുഡ് ബ്ലോഗിങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം തിരിച്ചു പോകുമ്പോൾ ബസ്സിലിരുന്നാണല്ലോ പോണേ. പണി മേടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നേരെ നമ്മൾ KLFിൽ പോയി അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം 9:15 KSRTC കയറി തിരിച്ച് നേരെ നമ്മൾ പെരുമ്പാവൂർക്ക് വന്നിട്ടാണ്. 485 രൂപയാണ് അതിനായത്.